നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. ഏറ്റവും സസ്പെൻസ് ഉള്ള ഘട്ടങ്ങൾ. കാരണം ഇത് നിലമ്പൂർ ആർക്ക് എന്ന് തീരുമാനിക്കാൻ പോകുന്ന പഞ്ചായത്തുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ശ്രദ്ധേയമായ പഞ്ചായത്തുകൾ അമരമ്പലം, ഒപ്പം നിലമ്പൂർ നഗരസഭ, കരുളായി. ഈ മൂന്നിടങ്ങളിലുമാണ് ഇടതുമുന്നണിക്ക് പോത്തുകലിനപ്പുറം പ്രതീക്ഷയുള്ള ഇടങ്ങൾ. അവിടെ എന്തു സംഭവിക്കുന്നു എന്നതാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ നിർണായകമാകുന്നത്. ഒരുപക്ഷെ നിലമ്പൂർ ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്ന ഘട്ടങ്ങളാണ് നമുക്ക് മുന്നിൽ. കരുളായി അമരമ്പലം അവിടെ നിൽക്കട്ടെ, പക്ഷേ നിലമ്പൂർ നഗരസഭ അത് ഒരല്പം ആശങ്കയുണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം. 48 ബൂത്തുകളാണ് നിലമ്പൂർ നഗരസഭയിൽ മാത്രമുള്ളത്. ഒരുപക്ഷെ വഴിക്കടവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ബൂത്തുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ നഗരസഭയാണ്. 48 ബൂത്തുകളുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ള UDFന്റെ ഒരു പ്രതീക്ഷയുണ്ട്. അത് വർക്കൗട്ട് ആകുമോ എന്നുള്ളതാണ് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ചോളം. അതാണ് ഈ കാണേണ്ട കാര്യമാണ് ഇനി. അത് 5123 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഇപ്പോൾ 8ാം റൗണ്ടിന്റെ ഫലസൂചനകളാണ് ഇനി പുറത്തു വരാനുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആ മണ്ഡലത്തിന്റെ കണക്ക് പരിശോധിച്ച കണക്കറിയാവുന്ന UDF പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ വലിയ ആവേശം തോന്നാറുണ്ട ഘട്ടമായിട്ടില്ല. കാരണം കണക്കുകൾ സംബന്ധിച്ച് ഇനിയും വ്യക്തത ഉണ്ടാവണമെങ്കിൽ വരുന്ന പഞ്ചായത്തുകൾ നിർണായകമാണ്. കൗണ്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ പഞ്ചായത്തുകളാണ് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് വലിയ മജോറിറ്റി നിലനിർത്തുകയും ഇടതുപക്ഷം ആ പഞ്ചായത്തുകൾ നേടുന്ന ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് കടന്നു വരികയും ചെയ്യുക. ഇതാണ് UDFന്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ 5156, 5123 എന്ന ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷം മതിയാകുമോ എന്ന ആശങ്ക ഉള്ള ചില UDF നേതാക്കളെങ്കിലും ഉണ്ട്. പക്ഷേ കണക്കുകൾ ഇപ്പോൾ അനുകൂലമാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇടതു ട്രെൻഡ് പഞ്ചായത്തുകൾ പ്രകടമായെങ്കിൽ മറ്റൊരവസ്ഥയുണ്ടായേക്കാമെന്ന ആശങ്ക അവർക്കുണ്ടായിരിക്കാം. UDFന് ഇനിയും ഉറ്റുനോക്കാൻ ചുങ്കത്തറ കൂടിയുണ്ട്. ഈ ഇടത് പഞ്ചായത്തുകളുടെ ഒരു കുത്തൊഴുക്കിലേക്ക് പോത്തുകൽ കഴിഞ്ഞ് കടക്കുമ്പോൾ ഇടയിലൊന്ന് ചുങ്കത്തറ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ്, വഴിക്കടവിലെ ട്രെൻഡ് ചുങ്കത്തറയിൽ ആവർത്തിച്ചാൽ ഷൗക്കത്തിന് ഒരല്പം കൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ചുങ്കത്തറ ഒരു കണക്കാണ്. UDF പ്രതീക്ഷിക്കുന്ന ഇടമാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷം ഇത്തവണ പ്രതീക്ഷ വയ്ക്കാത്ത ഇടം കൂടിയാണ് ചുങ്കത്തറ എന്ന പ്രത്യേകതയുണ്ട്. ശ്രദ്ധിക്കുക, ചുങ്കത്തറ മാത്രമാണ് ഇടതുപക്ഷത്തിന് ആശങ്കയുള്ള ഒരു ഇടം. മറ്റെല്ലാ ഇടങ്ങളിലും അവർക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അതിന് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഭൂരിപക്ഷം ഉയർത്താനാണ് സാധ്യത. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയേക്കാം. അതല്ല സംഭവിക്കുന്നതെങ്കിൽ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയുകയോ അതല്ലെങ്കിൽ മറ്റൊരു അട്ടിമറി സംഭവിക്കുകയോ ചെയ്താലും അത്ഭുതമില്ല. പോത്തുകല്ലും ചുങ്കത്തറയും LDF പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ട് പ്രദേശങ്ങൾ തന്നെയാണ്, സംശയമില്ല. നമുക്കറിയാം കഴിഞ്ഞ തവണ പോത്തുകല്ലിൽ 506 വോട്ടുകൾ LDF ലീഡ് നൽകിയിരുന്നു. ചുങ്കത്തറയിലാകട്ടെ UDF ലീഡ് നേടിയ ഒരു സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിൽ 1513 വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ്. നിലമ്പൂർ നഗരസഭയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പക്ഷേ അപർണ, നമ്മൾ ഇത്ര അധികം മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ നഗരസഭയിലെ ഒരു കണക്ക് വന്നാൽ റൗണ്ട് 15 ആകുമ്പോഴാണ് നിലമ്പൂർ നഗരസഭയുടെ കണക്ക് വരിക. 48 ബൂത്തുകളാണ്. അപ്പോഴേക്ക് വളരെ കൃത്യമായി തന്നെ ആരാണ് നിലമ്പൂരിൽ നിന്ന് ഇതൊരു വലിയ ഇതിനകത്ത് ഈ നിലമ്പൂർ നഗരസഭ കൈവിട്ടാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടും LDFന് അതൊരു നാണക്കേടുണ്ട്. കാരണം 23 വാർഡ് LDFനുള്ള സ്ഥലമാണ് നിലമ്പൂർ നഗരസഭ. ആ റൗണ്ട് മാത്രം എടുത്തു നോക്കുമ്പോൾ ക്ഷീണമാണ് വരുന്നതെങ്കിൽ അത് LDFൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. കാരണം മറ്റ് പഞ്ചായത്തുകളെക്കാളും മറ്റ് സ്ഥലങ്ങളെക്കാളും കൂടുതൽ LDFന് മേൽക്കൈയുള്ള സ്ഥലമാണ് നഗരസഭ. തീർച്ചയായും 5123 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. 7 റൗണ്ടുകളുടെ ഫലസൂചനകൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അപ്പോഴാണ് ഈ തരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. 7ാം റൗണ്ടിൽ 372 വോട്ടുകൾ മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നേടാനായത് എങ്കിൽ പോലും അത് ആശ്വാസകരമായ ഒരു കണക്കുണ്ട്. 7ാം റൗണ്ടിൽ 4115 വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയത് എന്നുള്ള കണക്ക് കൂടിയാണ് മുന്നോട്ട് വരുന്നത്. എന്തായാലും മിക്ക മേഖലകളിലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ഷൗക്കത്തിന് എന്നുള്ളതിനാണ്. 5123 എന്നുള്ള ചെറിയ കണക്കല്ല. ഇതിനകം തന്നെ നമുക്കൊരു കൗതുകരമായ കണക്ക് വരുന്നത് എല്ലാ റൗണ്ടുകളിലും 10% വോട്ടുകൾ PV അൻവർ നേടി. അത് പരിശോധിക്കണം. അൻവറിന് ചില സ്ഥലങ്ങളിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. പോത്തേലിലേക്ക് വന്നപ്പം ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. എങ്കിലും UDF വോട്ടുകളും കുറച്ച് നഷ്ടപ്പെട്ടോ എന്നത് പരിശോധിക്കണം. ഈ അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ പോകുമായിരുന്നു. ആ തീരുമാനം തെറ്റിപ്പോയോ? ശരിക്കും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല. അൻവറിന്റെ വോട്ട് കൂടി അങ്ങനെയിപ്പം വേറെ ആരും മത്സരിച്ചില്ലായിരുന്നെങ്കിൽ എതിരില്ലാതിരിക്കുന്നു. അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. പോളിറ്റിക്സ് അല്ല. ഈ ഘട്ടത്തിലും ഈ മത്സരത്തിന്റെ ചിത്രത്തിലും UDF കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കുന്നു. അത് ഭരണവിരുദ്ധ
ജനവികാരത്തിന്റെ ശക്തമായ പ്രതിഫലനം തന്നെയാണ്. അല്ല, ഈ അൻവർ ഒരു ഫാക്ടറായി അവിടെ മാറുന്നു. ശക്തമായ ഫാക്ടർ അല്ല, ചെറിയൊരു ഫാക്ടറാണ്.